വിപണിക്കുള്ള തയ്യാറെടുപ്പാണ്. നമ്മുടെ വിജയൻ ചേട്ടനും ബാബുച്ചാനും ഒക്കെ ഇവിടെ കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശാന്തമ്മ ചേച്ചിങ്ങനെ അവരോടൊപ്പം ഉണ്ട്, ചേച്ചിയമ്മയുണ്ട്, അപ്പച്ചൻസ് ഉണ്ട്. എല്ലാവരും കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആലാവണിയുടെ പ്രത്യേകത. അത് തന്നെ ഒരു കൂട്ടായ്മ. ആ പോവാ. 2 ആഴ്ച മുമ്പ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത പോലെ തന്നെ ഇന്നും സാധനങ്ങളൊക്കെ നമ്മുടെ ഈ ഓപ്പൺ ഏരിയ ഒഴിവാക്കി വെക്കുകയാണ്. ഇവിടെ ഇനിയും വേക്കൻ്റായിട്ട് കിടക്കും ഈ ഭാഗം. ഇവിടെ വരുന്ന ആൾക്കാർക്കൊക്കെ നിൽക്കാനായിട്ടുള്ളതാണ്. നമ്മുടെ മമ്പറ്റയിലെ അച്ചായൻ വരുന്നുണ്ട്. ബാർട്ടർ സിസ്റ്റത്തിൽ കൂടെ മാത്രമേ ഇന്ന് ഈ പഴം കൈമാറുന്നുള്ളൂ, പണത്തിന് വിൽക്കുന്നില്ല. ഇവിടെ വിപണി സ്ഥലത്ത് തന്നെ ഐസ്ക്രീമും ലഭ്യമാണ്. നമ്പർ 1 ഐസ്ക്രീമിന് തണുപ്പുണ്ടോ? ആണല്ലേ. പാടത്ത് നിന്ന് കപ്പയൊക്കെ എത്തിയിട്ടുണ്ട്. കപ്പയുണ്ട്, ചീരയുണ്ട്, കോവയ്ക്കയുണ്ട്. കപ്പ 2.5 കിലോ 100 രൂപയാണ്. ആ പറയുന്ന ന്യായമാണ്. സാജിൻ്റെ അമ്മ സർക്കാരിൽ നിന്ന് പെൻഷനൊക്കെ മേടിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ള എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുക്കാം. അത് ന്യായമാണ് കേട്ടോ. അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. ചീരയുണ്ട്, കോവയ്ക്കയുണ്ട്, മുട്ടയുണ്ട്, കോവയ്ക്കൊക്കെ ഉണ്ട്, ചീരയൊക്കെ ഉണ്ട്. എല്ലാവരും വന്ന് മേടിക്കുക. ഹിമഗിരി എവിടെ അയച്ചാ ഉടമ എവിടെ നിൽക്കുക സാധനത്തിൻ്റെ? ചന്തമേച്ചി വേണ്ട ഷുഗറുള്ള ഒരാൾ നിന്ന് ഉള്ള ഐസ്ക്രീം എല്ലാം കൂടെ കഴിക്കുന്നുണ്ടോ? പാത്ത് നിന്ന് ശ്രീവിദ്യേ, ഉച്ചക്കത്തെ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. അടിപൊളി ഫുഡായിരുന്നു. കരണ്ടോ എൻ്റെയോ? പച്ചമുളക് ഇവിടെ ഭയങ്കര മത്സരമാണ്. ഞാനും ഒരു 100 ഗ്രാം പച്ചമുളകിൽ നിന്ന് മേടിക്കാനായിട്ട് വന്നതാണ്. ഇപ്പം പച്ചമുളകിന് നല്ല മാർക്കറ്റുണ്ട്. ഈ മനുഷ്യനെ സൂക്ഷിക്കണം. രണ്ടാമത്തെ ഐസ്ക്രീമാണ്. നമ്മുടെ നാട്ടുകാർ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. നമ്മുടെ നാട്ടിലെ കർഷകരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ചേച്ചിയമ്മ ഇവിടെ വീഡിയോ എടുക്കുകയാണ്. ഇതേ തന്നെയാണ് എനിക്ക് നമ്മുടെ വിപണിയിൽ വരുന്ന എല്ലാ സംരംഭകരോടും പറയാനുള്ളത്. ഈ വിപണി പ്രൊമോട്ട് ചെയ്യേണ്ടത് ഓരോ സംരംഭകരുടെയും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പം എല്ലാവരും ഈ വിപണി തീർച്ചയായിട്ടും പ്രൊമോട്ട് ചെയ്യാനായിട്ട്, എല്ലാവരും പരസ്യപ്പെടുത്താനായിട്ട് എല്ലാവരും തയ്യാറാകണം. അവരവരുടെ ഫേസ്ബുക്കിൽ മിനിമം എന്തെങ്കിലും ഒരു 2 മിനിറ്റിൻ്റെ എങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അവരവരുടെ ഫേസ്ബുക്കിലിടുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വേണ്ട. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു പരിധിക്കപ്പുറമായി കഴിയുന്ന സമയത്ത് പലർക്കും അത് ഡിസ്റ്റർബൻസ് ആയിട്ട് വരും. അതേ സമയത്ത് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്സപ്പിനെക്കാട്ടുള്ള ഏറ്റവും വലിയൊരു മീഡിയയാണ് ശരിക്കും ഫേസ്ബുക്ക് എന്ന് പറയുന്നത്. അപ്പം ഫേസ്ബുക്കിലേക്ക് എല്ലാവരും നമ്മുടെ ആലാവിപണിയെ പരസ്യപ്പെടുത്താനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ കൂടുതൽ ആൾക്കാരെത്തിട്ട് അങ്ങനെ ഇപ്പം നമ്മൾ 150ാമത്തെ വിപണിയാണ് ഇന്ന് ആഘോഷങ്ങളൊന്നും നടത്തുന്നില്ല. നമ്മൾ പകരമായിട്ട് നമുക്ക് 3 വർഷത്തിൽ കഴിഞ്ഞ് 4ാം വർഷത്തിലേക്ക് ഈ വരുന്ന മെയ് മാസം 11-ാം തീയതി കടക്കുകയാണ്. അന്ന് നമുക്ക് കാര്യമായിട്ട് ആഘോഷ പരിപാടികളൊക്കെ നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ആഘോഷ പരിപാടികൾ നടത്താനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് കട്ടൻ കാപ്പിക്ക് പകരം മലങ്കണ്ണനാണ് പഴം ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. ജ്യൂസ് അടിക്കാൻ അടിപൊളി സാധനമാണ്. ശാന്തമ്മച്ചി എങ്ങനെയുണ്ട് ഉപ്പേരി? സൂപ്പർ ഉപ്പേരി അല്ലേ? ശാന്തമ്മച്ചി ലേലത്തിന് വിട്ടുകൊടുത്ത ഉപ്പേരി സാജു ലേലത്തിൽ പിടിച്ചു. നമ്മുടെ വിപണിയിൽ വിതരണം ചെയ്യാനായിട്ട് കൊടുത്തു. ശാന്തമ്മച്ചി വിതരണം ചെയ്യുകയാണ്. ശാന്തമ്മച്ചിയുടെ വശം എന്തൊക്കെ ഉപ്പേരികളാണ് ശാന്തമ്മച്ചിയുള്ളത്? ചക്കയുണ്ട്, ഏത്തയ്ക്കയുണ്ട്, കപ്പയുണ്ട്, ചേമ്പുണ്ട്. ലേലത്തിന് കിട്ടിയ 600 രൂപ
എൻ്റെ തരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചത്തെ 1700 ഉണ്ട്, അതിന് മുന്നിലത്തെ ഉണ്ട്. എല്ലാം കൂടെ കണക്ക് ഇന്ന് വൈകിട്ടത്തേക്ക് ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം. ശ്രീവിദ്യയുടെ മോൾ ഇവിടെ 8ാം ക്ലാസ് ജയിച്ചതിന് ഇവിടെ എന്തൊക്കെയാണ് വിതരണം ചെയ്തേ? 8th ജയിച്ചാൽ എന്തൊക്കെയാണ് വിതരണം ചെയ്തേ? ഉണ്ണിയപ്പം കൊടുത്തു. ഒരുപക്ഷെ 8th ജയിച്ച് 9ലേക്ക് കയറിയതിന് ലോകത്തിൽ ആദ്യമായിട്ട് ഉണ്ണിയപ്പം കൊടുക്കുന്നത് ശ്രീവിദ്യയും മോളുമായിരിക്കും.